നിങ്ങൾ ഹിന്ദുക്കളല്ല, സനാതനികളാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെ ആശ്ചര്യം തോന്നിയോ? നിങ്ങളൊരു സനാതനിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? വഴിയുണ്ട്. അതിനായി ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകാൻ ശ്രമിക്കുക. ചോദ്യം 1. നിങ്ങളുടെ ഈശ്വരൻ പ്രത്യേകമായി ഒരു രൂപം ഇല്ലാത്തതും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നതുമായ ഒരു ദിവ്യ ചൈതന്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചോദ്യം 2. ഈശ്വരൻ സർവ ജൈവ അജൈവിക വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതിനാൽ എല്ലാത്തിനെയും ഈശ്വരനായി കണ്ടു ആദരിക്കുവാനും ജാതി, വർഗ, വർണ്ണ, ലിംഗഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും ബഹുമാനിക്കുവാനും നാം ശ്രദ്ധിക്കണമെന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ചോദ്യം 3. നിങ്ങൾ ആരാധിക്കുന്ന രൂപങ്ങളും വിഗ്രഹങ്ങളും ദൈവീക ശക്തിയുടെ പ്രത്യക്ഷ ഭാവങ്ങളോ ഭൂമിയിൽ ജന്മമെടുത്ത പുണ്യാത്മാക്കളുടെ അവതാരങ്ങളോ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 4. ശിവലിംഗം ഉൾപ്പെടുന്ന പ്രതീകങ്ങളെയോ വിഗ്രഹങ്ങളെയോ ചിത്രങ്ങളെയോ നിങ്ങൾ ആരാധിക്കുമ്പോൾ അവയൊന്നും ഈശ്വരനല്ല എന്നും അവ ഈശ്വരന്റെ പ്രതീകമായി കണ്ട് ഈശ്വരനെ വണങ്ങുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ചോദ്യം 5. ഈശ്വരന് ജനനമോ മരണമോ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ജനിച്ചവരോ മരിച്ചവരോ ഒരിക്കലും ദൈവമാകില്ല എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 6. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് വിവിധ ജന്മങ്ങളിൽ നമുക്കുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾക്ക് കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 7. ഈശ്വരൻ സ്രഷ്ടാവല്ല എന്നും കാരുണ്യമൂർത്തിയായ ഈശ്വരൻ ഒരിക്കലും കഷ്ടപ്പാടുകളും വേദനകളും നിറഞ്ഞ ഒരു ജീവിതം ഒരു ജീവിക്കും നൽകില്ലെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 8. സ്വർഗ നരക ലോകങ്ങളുണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമെന്നത് പുണ്യപാപമുക്തമായി പ്രപഞ്ചശക്തിയിൽ അലിഞ്ഞു ചേരുന്ന മോക്ഷമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 9. നിങ്ങളുടെ ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ഭാഷയോട് മാത്രം ഇഷ്ടമുള്ളവനല്ലെന്നും അചഞ്ചലമായ പ്രേമത്തോടെ ഏതു ഭാഷയിലെയും ബഹുമാനസൂചകമായ ഏതു പേരിൽ വിളിച്ചാലും അദ്ദേഹം വിളി കേൾക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 10. നിങ്ങൾ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഴിപാടുകളും ഒരിക്കലും ദൈവത്തിനു വേണ്ടി അല്ലെന്നും അതെല്ലാം നിങ്ങളെ തന്നെ സ്വയം ഉയർത്താനാണെന്നുമുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? ചോദ്യം 11. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആത്മീയ പരിപാടികളും സമാജത്തിന് നഷ്ടം വരുത്തുന്ന വെടിക്കെട്ടുകൾ പോലെയുള്ള ആചാരങ്ങൾ, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള റോഡുകളിലെ പരിപാടികൾ ഒരിക്കലും യഥാർത്ഥ ആത്മീയതയുമായി ബന്ധമില്ലെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചോദ്യം 12. സാധുജീവികളെ ബലി നൽകുന്നത്, ആനകളെ ഉത്സവത്തിന് പൊരിവെയിലത്ത് നിർത്തി കഷ്ടപ്പെടുത്തുന്ന, ശൂലം കയറ്റൽ പോലെയുള്ള സ്വയം ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുള്ള ദുരാചാരങ്ങൾ എന്നിവ ഒരിക്കലും കാരുണ്യവാനായ ഈശ്വരൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചോദ്യം 13. ഏതെങ്കിലും കുടുംബത്തിലുള്ള ജനനമല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, കർമ്മങ്ങളാണ് നമ്മുടെ മഹിമ നിശ്ചയിക്കുന്നത് എന്ന വ്യക്തമായ ബോധം നിങ്ങൾക്കുണ്ടോ? ചോദ്യം 14. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 15. ഭൂമിയെയും സ്വന്തം രാഷ്ട്രത്തെയും മാതാവായി കാണുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ അവയോടുള്ള നമ്മുടെ കടമകൾ നിറവേറ്റുന്നതിന് നമ്മളെ ബോധവാന്മാരാക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായി മാത്രം നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇവയെല്ലാം സനാതനധർമ്മത്തിലെ ഉള്ളടക്കത്തിലുള്ള ജീവിത തത്വങ്ങൾ, അഭ്യാസങ്ങൾ, ഹിതോപദേശങ്ങൾ എന്നിവയുമായും മറ്റ് അടിസ്ഥാന സിദ്ധാന്തങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു സനാതനിയാകാനുള്ള ആയിരക്കണക്കിന് മാനദണ്ഡങ്ങളിലെ ഏതാനും ചില പോയിന്റുകൾ മാത്രമാണിത്.
ഇതിലെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾ നോ എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങളൊരു സനാതനിയല്ല. ഏതെങ്കിലും ഒന്ന് യെസ് പറഞ്ഞാൽ നിങ്ങളൊരു സനാതനിയാണ്. എത്രത്തോളം യെസ്സുകൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു അത്രത്തോളം പൂർണ്ണനായ ഒരു സനാതനിയായി നിങ്ങൾ മാറുന്നു. വൈദേശികർ തന്നിട്ട് പോയ ഹിന്ദു എന്ന നാമത്തിൽ നിന്നും സനാതനികൾ പുറത്തു കടക്കാൻ സമയമായി. ഭാരതം എന്ന ഭൂപ്രദേശത്തു ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ചു വിളിക്കുന്ന പേരാണ് ഹിന്ദു എന്നു മനസ്സിലാക്കുക. അതിൽ സനാതനിയും മുസ്ലിമും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും പാർസിയും മതമേ ഇല്ലാത്തവരും എല്ലാം ഉൾപ്പെടും. ഹിന്ദു എന്നത് നമ്മുടെ ഭൂപ്രദേശത്തു ജീവിക്കുന്ന ജനങ്ങളുടെ സാംസ്കാരിക നാമമാണ്. എന്നാൽ സനാതനി എന്നത് സനാതനധർമ്മം എന്ന ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ജനങ്ങളെ സൂചിപ്പിക്കുന്ന പേരാണ്. അപ്പോൾ സനാതനധർമ്മം വിമർശിക്കപ്പെടുമ്പോൾ അത് നമ്മളെയും നമ്മുടെ ബോധ്യങ്ങളെയും തന്നെയാണ് വിമർശിക്കുന്നതെന്നും അതിനെതിരെ ശബ്ദിക്കേണ്ടത് സനാതനികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. നൂറ്റാണ്ടുകളുടെ വൈദേശിക ഭരണ സാംസ്കാരിക അധിനിവേശനങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ് സനാതനി എന്ന സ്വത്വബോധം എന്ന സത്യം ഇന്നു മുതൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനൊരു ഹിന്ദുവല്ല, ശ്രേഷ്ഠനായ സനാതനിയാണെന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക.